അശരണരുടെ കണ്ണീരൊപ്പാൻ ഹൃദയാന്തരങ്ങളിൽ നന്മയുടെ വെട്ടം അവശേഷിച്ച ഒരു പറ്റം സേവന തൽപരരായ യുവാക്കളുടെ കൂട്ടായ്മ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ആതുരാലയങ്ങളിൽ ചികിത്സ തേടി അലയുന്ന 10,000-കണക്കിന് രോഗികളുടെ അവസാനിക്കാത്ത പട്ടികയിൽ ദാരിദ്ര്യത്തിൽ എരിയുന്ന ജീവിതങ്ങൾക്ക് നന്മയുടെ കൈത്താങ്ങേകുവാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ചില മനുഷ്യജീവിതങ്ങൾക്കെങ്കിലും ആശ്വാസത്തിൻ്റെ കുളിരു പകരാൻ കഴിഞ്ഞെന്നുള്ള സംതൃപ്തിയോടെ 1.5 പതിറ്റാണ്ടിൻ്റെ സേവനപാതയിൽ വെളിച്ചം വിതറിയ സന്മനസ്സുകൾക്ക് പ്രാർത്ഥനാ നിർഭരമായ കൃതജ്ഞതയോടെ സേവന സപര്യയുടെ വരും നാളുകളിൽ അഭ്യുദയകാംക്ഷികളുടെ നിസ്സീമമായ പിന്തുണ പ്രതീക്ഷിച്ച് പ്രായോഗിക പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ദാരിദ്ര്യത്തിൻ്റെ, അവശതയുടെ, രോഗാതുരതയുടെ ഭാരം പേറാൻ വിധിക്കപ്പെട്ട ധാരാളം രോഗികൾ മെഡിക്കൽ കോളേജിൽ നിത്യക്കാഴ്ചയാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ വകയില്ലാത്തവർക്ക് എവിടുന്നാണ് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയുക? ജീവിതം വഴിമുട്ടിച്ച ഈ വലിയ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം തേടിയ പാവങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ ഞങ്ങൾക്കാവില്ലായിരുന്നു. അതെ, ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ തുടക്കങ്ങളിലൊന്ന് അവിടുന്നായിരുന്നു. മരുന്ന് ഷീട്ടുമായി മെഡിക്കൽ ഷോപ്പുകൾക്ക് മുമ്പിൽ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന മനുഷ്യജീവിതങ്ങൾക്ക് ആശ്വാസത്തിന്റെ കൈത്തിരിയേകിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങി. ആ സൗജന്യ മരുന്ന് വിതരണം നിശബ്ദ സേവനത്തിന്റെ വലിയ മാതൃകകൾക്ക് തുടക്കമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യം വരുന്ന ഉപകരണങ്ങളുടെ വിതരണവും ശ്രദ്ധേയമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചെസ്റ്റ് ഹോസ്പിറ്റലിലും ബീച്ച് ഹോസ്പിറ്റലിലും ഭക്ഷണത്തിന് വകയില്ലാത്ത ദരിദ്ര രോഗികളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പിന്നീട് ആവിഷ്കരിച്ചത്. ആതുര സേവന രംഗത്തെ മഹനീയ സംരംഭങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. ഇല്ലാത്തവന്റെ വരുതിയുടെ ആഴമളക്കാൻ നമുക്ക് താല്പര്യമില്ലായിരിക്കാം. പക്ഷേ സ്വന്തം അമ്മയുടെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ശൂന്യമായ പോക്കറ്റുമായി നിസ്സഹായതയുടെ ഭാരം ചുമക്കേണ്ടി വരുന്നവർക്ക് മുമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ച സൗജന്യ ആംബുലൻസ് സർവീസ് അല്പമെങ്കിലും ആശ്വാസമായതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പൊതു ആതുരാലയങ്ങൾ എന്നും സാധാരണക്കാരന്റെ ആശ്രയമാണ്. ഇവിടങ്ങളിലെ പൊതുവാർഡുകളിലെ സ്ഥിതി അത്യധികം ദയനീയവും. രോഗാതുരമല്ലാത്ത വൃത്തി നിറഞ്ഞ ചികിത്സാ ഇടങ്ങളുടെ സൃഷ്ടിപ്പ് ഏവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾക്ക് ശക്തി പകരാൻ പിന്നിട്ട നാളുകളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 29ഓളം വാർഡുകളുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രക്തദാനം സമൂഹ നന്മയുടെ ഭാഗമാണ്. നമ്മുടെ ഹൃദയം നിർഗളിച്ച ചുടുരക്തം അപരന്റെ ജീവൻ നിലനിർത്താൻ ഹൃദയപൂർവ്വം സമ്മാനിക്കുന്നതിലൂടെ മാനവിക മൂല്യങ്ങളുടെ ഉദാത്തമായ നിലനിൽപ്പാണ് സാധ്യമാകുന്നത്. ഞങ്ങൾ ആവിഷ്കരിച്ച ബ്ലഡ് ഡൊണേഷൻ ഫോറം പദ്ധതി ഈ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. വലിയ ചികിത്സാ ചെലവ് വരുന്ന അസുഖങ്ങൾ സാധാരണക്കാരന് നരകതുല്യമാണ്. ശ്വാസം മുട്ടും, ചെവിന്നൊലിപ്പും, ഇവിടെ ഇറക്കാൻ കഴിയാത്തവരെ, മൂക്കിൻ്റെ അവിടെ എന്തൊരു ഇത് ആർട്ടിന് അസുഖം. അപ്പോൾ കേരളത്തിൽ ഓരോ വർഷവും 4,000-5,000 കുട്ടികൾ ഇതുപോലെ ഹൃദയത്തിന് വൈകല്യമുള്ളവരായിട്ട് ജനിക്കുന്നുണ്ട്. അതിൽ തന്നെ ചില കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത താങ്ങാൻ വയ്യാതെ വരുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ 17 ദിവസമായപ്പോൾ ഇങ്ങനെ ഒരു വയറ് വീർപ്പ് ശ്വാസം മുട്ടലും എല്ലാം ആയിട്ട് ബാബു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പിന്നെ അവിടെ കാണിക്കാൻ ബുദ്ധിമുട്ടായ പെട്ടെന്ന് തന്നെ ബേബിയിലേക്ക് പോയി. അവിടുന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് മിംസിലെത്തിക്കണം. അവിടുന്ന് ICUയിലേക്ക് കൊണ്ടുപോയി ഒരാഴ്ച.
പിന്നെ തൂക്കം കൂടുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യണ്ട നോക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയി നോക്കുമ്പോൾ 50 ഗ്രാമാണ് കൂടിയേക്കുള്ള ഒരു മാസത്തേക്ക്. അവിടുന്ന് കുറേ കഴിഞ്ഞ് Technically speaking, we are producing about 500 to 800 children every day with heart disease. Unfortunately, most of the children die because they can't afford the high cost of heart surgery. Fortunately, in India, cost of heart surgery on children is not going to be 3 lakh and 4 lakh rupees. A heart surgery on a baby with a complex heart problem can be done for 70 to 80,000 rupees. But even this amount is a very large amount for most of the working class and poor. അപ്പോൾ അയാൾ സംശയമാണ് മെഡിക്കൽ കോളേജ് കാണിച്ചാൽ അങ്ങനെ ഒരു മർമ്മരം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം കോളേജ് കാണിക്കുകയും അപ്പോൾ അവിടുന്ന് എക്കോൻ്റെ പിന്നെ ഡേറ്റ് ഇട്ട് തരികയും അതിനുശേഷം പോയപ്പം പറഞ്ഞു ഇങ്ങനെ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ അന്ന് വേണോ പറഞ്ഞല്ലോ ഡോക്ടറാണ്. അയാൾ പറഞ്ഞു ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞു. ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷവും പനിയും അതിങ്ങനെ ഒരാഴ്ച ശരി നല്ലതാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് പനിയായിരിക്കും. അങ്ങനെ തുറന്നിങ്ങനെ പോരും. അപ്പോൾ ഇന്നാളാണ് പിന്നെ ഇങ്ങനെ കോഴിക്കോട് ക്യാമ്പുണ്ടെന്ന് പറഞ്ഞു അതിൽ പോയത്. അപ്പോൾ വീണ്ടും ഞാൻ പിന്നെ മിംസിൽ പോയിട്ട് അവിടെ കാണിക്കാറുണ്ട്. ഒക്കെ എടുത്തപ്പം പറഞ്ഞു ഏതായാലും ഇവിടെ നിന്ന് ചെയ്യാം. ഇപ്പം കുട്ടിക്ക് വേറെ ആശ്വാസമുണ്ട്. അതിനുശേഷം ഇതുവരെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇത് ഓപ്പറേഷന് ശേഷം മരുന്നോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഭക്ഷണം മാത്രമേ ഉള്ളൂ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതിലേക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും മറ്റുള്ള ആൾക്കാരും ചെയ്തു കൊടുക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയാം. അലംഘനീയമായ ദൈവവിധിക്ക് മുമ്പിൽ തളരാതെ അതിജീവനത്തിൻ്റെ കഠിന വഴി താണ്ടുന്ന രോഗികൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസത്തിൻ്റെ മഹാകവാടമായിരുന്നു ഹെൽപ്പിംഗ് ഹാൻഡ്സ് നടപ്പിലാക്കി വന്ന ഹൃദ്രോഗ ചികിത്സയ്ക്കും ഓപ്പറേഷനുമുള്ള ധനസഹായം. അർഹരായവരെ കണ്ടെത്തി അവർക്ക് ഓപ്പറേഷന് വരുന്ന ചിലവ് വഹിച്ച് 79ഓളം പേർക്ക് ഓപ്പറേഷനുള്ള സഹായം എത്തിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. കൃത്യമായ ബോധവൽക്കരണത്തിൻ്റെയും സമയബന്ധിതമായ ചികിത്സയുടെയും അഭാവമാണ് ഇതിന് കാരണം. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതിയാണ് കീ. ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിക്കുന്ന ലാബ് ഇന്നു മുതൽ തുടക്കം കുറിക്കപ്പെടുകയാണ്. കിഡ്നി ചികിത്സാരംഗത്ത് രോഗപ്രതിരോധത്തിൻ്റെ സന്ദേശവും പ്രായോഗിക നടപടികളും സ്വീകരിച്ച് ജനനന്മയുടെ അരികു ചേർന്ന ഈ പദ്ധതി ഐതിഹാസികമായി മാറുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് കീമോതെറാപ്പി ചെയ്യേണ്ടി വരുന്ന ക്യാൻസർ രോഗികൾക്കും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി തുടർ ചികിത്സയ്ക്ക് ഇവിടെ തങ്ങേണ്ടി വരുന്ന രോഗികൾക്കും ചികിത്സയുടെ ഇടവേളകളിൽ സൗജന്യമായി താമസിക്കാൻ ഉതകുന്ന അണുവിമുക്തമായ റൂം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റായ കെയർ ഹോം പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വൻ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ സ്വപ്നസൗധം പാവപ്പെട്ടവർക്ക് ആശ്വാസത്തിൻ്റെ കൈത്തിരിയേകുമെന്ന് തീർച്ച. അപരന്റെ വേദനയറിയാനും അർഹർക്ക് ആശ്വാസത്തിൻ്റെ കൈത്താങ്ങേകാനും കഴിയണമേ എന്ന പ്രാർത്ഥനയും സുമനസ്സുകളുടെ സഹകരണവും പരമകാരുണ്യകന്റെ അനുഗ്രഹവും മാത്രമാണ് ഞങ്ങളുടെ കൈമുതൽ. സമൂഹ നന്മയുടെ കിളിവാതിലുകൾ ഇനിയും തുറന്നിടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ടെന്ന ബോധ്യങ്ങൾക്ക് പിറകിലാണ് ഞങ്ങളുടെ ഭാവി പദ്ധതികൾ. സർവരുടെയും പിന്തുണയും പ്രാർത്ഥനയും പ്രതീക്ഷിച്ച്
സ്നേഹപൂർവം ഹെൽപ്പിംഗ് ഹാൻഡ്സ്.